കെ-സ്മാർട്ട് മൊഡ്യൂളിലെ ഫയലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പോലെ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള ഇൻബോക്സ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ അഡീഷണൽ ആയി കൊണ്ടുവന്നിട്ടുള്ളത് പ്രൊജക്റ്റ് എന്നൊരു ഫോൾഡർ ആണ്. ഈ പ്രൊജക്റ്റ് എന്ന ഫോൾഡറിൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ ഇൻബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇടതുവശത്ത് നോട്ട് പാർട്ടും വലതുവശത്ത് ഡോക്യുമെന്റ് പാർട്ടും ഉള്ള ഒരു സ്ക്രീനിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. ഇതിൽ ഇടതുവശത്ത് അവസാനത്തെ നോട്ടിലാണ് നമ്മൾ നിലവിൽ എത്തിയിരിക്കുന്നത്. ഷോ പ്രീവിയസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലെ നോട്ടുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ആഡ് നോട്ട് എന്ന ബട്ടൺ വഴി ആവശ്യമായ നോട്ടുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നോട്ട് സ്ക്രീനിന് കുറച്ച് ഷോർട്ട് കട്ട് കീസ് കൂടി നമ്മൾ ഈ പുതിയ അപ്ഡേറ്റ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷിഫ്റ്റ് എൻ്റർ എന്ന ടാബ് അടിച്ചു കഴിഞ്ഞാൽ നോട്ട് വലതുവശത്തോട്ട് പോവുകയും ഇടതുവശത്തുള്ള നോട്ട് നോക്കി നമുക്ക് ആവശ്യമായ നോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇനി ഷിഫ്റ്റ് ബട്ടൺ തന്നെ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് പഴയ രീതിയിലോട്ട് വരുന്നതായി കാണാൻ കഴിയുന്നു. ഇനി ഷിഫ്റ്റ് ടാബ് എന്ന ബട്ടൺ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നോട്ട് എൻലാർജ് ആയി കാണാൻ കഴിയുന്നതാണ്. നമ്മളുടെ സൗകര്യമനുസരിച്ച് ടൈപ്പ് ചെയ്യാനും കഴിയും. വീണ്ടും ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ നോട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നു. ഇനി നമുക്ക് ഈ നോട്ട് പാർട്ടിൽ തന്നെ സെർച്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേക ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിലുള്ള ഡാറ്റ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. കൂടാതെ നോട്ട് കോംബോ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യമായ പാരഗ്രാഫ് നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നോട്ട് സ്ക്രീനിലോട്ട് എത്തുന്നതാണ്. ഈ സ്ക്രീനിൽ നോട്ട് മാക്സിമൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ വേണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ നോട്ട് ഫുൾ സ്ക്രീൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഫുൾ സ്ക്രീനായി നമുക്ക് ലഭ്യമാകുന്നു. ആവശ്യമില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നോട്ടിന്റെ സ്ക്രീനിൽ പ്രധാനമായും പറയാനുള്ളത്, നോട്ട് എൻട്രി ചെയ്യുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ചെയ്യുന്നതിനും റെഫറൻസ് ആഡ് ചെയ്യുന്നതിനുമുള്ള സംവിധാനമുണ്ട്. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ട് എന്ന് കൂടി ശ്രദ്ധിക്കുമല്ലോ. ഇനി നോട്ട് പാർട്ടിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ആഡ് റെഫറൻസ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് ഈ നോട്ടിലുള്ള ഏതെങ്കിലും അറ്റാച്ച്മെന്റോ നോട്ടിന്റെ പാരഗ്രാഫോ റെഫറൻസ് ആയി ആഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ റെഫറൻസ് ആയി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീറ്റിലോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെഫറൻസ് നോട്ടിന്റെ ഭാഗത്ത് വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ പാരഗ്രാഫിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തായി റൂട്ട് കീ ആൻഡ് യൂസേഴ്സ് എന്ന മെനു കാണാൻ കഴിയുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റൂട്ട് കീ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ സർവീസിലെ യൂസർ മാപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. തൊട്ടടുത്തായി ഫയൽ സമ്മറി എന്ന ഒരു മെനു കാണാൻ കഴിയുന്നുണ്ട്. ഫയൽ സമ്മറി എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിന്റെ നമ്പർ, അതുപോലെ തന്നെ മൊഡ്യൂൾ, സബ് മൊഡ്യൂൾ, ഫയൽ വന്ന ഡേറ്റ്, അതുപോലെ ആര് സബ്മിറ്റ് ചെയ്തു, ഫയലിന്റെ കറന്റ് സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. താഴെയായി ഇൻവേർഡ് എന്ന മെനുവിൽ ആവശ്യമായ മുഴുവൻ ഇൻവേർഡുകളും ഈ ഫയലുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഇൻവേർഡുകളും ലിസ്റ്റ് ചെയ്യുന്നു. റെസീറ്റ് എന്ന മെനുവിൽ ഈ ഫയലിൽ എന്തെങ്കിലും റെസീറ്റ് ഉണ്ടെങ്കിൽ അവ കാണാൻ കഴിയുന്നു. അപ്ലിക്കന്റ് എന്ന മെനുവിൽ അപ്ലിക്കന്റിന്റെ വിവരങ്ങളും, ബെനിഫിഷ്യറി എന്ന മെനുവിൽ ഫയലിൽ ആഡ് ചെയ്ത ബെനിഫിഷ്യറി വിവരങ്ങളും കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് വലതുവശത്തായി ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ഡോക്യുമെന്റ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഷോ ഓൾ ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ്
നിലവിലുള്ള മുഴുവൻ ഡോക്യുമെന്റ്സും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അതിൽ തന്നെ കോംബോ ബോക്സിൽ ഈ സർവീസുമായി ബന്ധപ്പെട്ട മാൻഡേറ്ററി ഡോക്യുമെന്റും മറ്റു ഡോക്യുമെന്റും ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനും പ്രിന്റ് ചെയ്യുന്നതിനും ആവശ്യമെങ്കിൽ മാക്സിമൈസ് ചെയ്യുന്നതിനുമുള്ള സംവിധാനം പുതിയ അപ്ഡേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ച് പഴയ സ്ക്രീനിലോട്ട് തന്നെ പോകണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസ് ആയി പഴയ രീതിയിലോട്ട് മാറുന്നതാണ്. അടുത്തതായി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഫയൽ ഫ്ലോയ്ക്കുള്ള ബട്ടണാണ്. ഫയൽ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി Ctrl+Shift+S എന്ന ഷോർട്ട്കട്ട് കീ വഴിയോ അല്ലെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ മുഖേനയോ നമുക്ക് ഫയൽ ഫ്ലോ ആക്ഷൻ ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ തന്നെയാണ് ഫയൽ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വലതുവശത്ത് കാണുന്ന ഡ്രാഫ്റ്റ് എന്ന മെനുവിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡ്രാഫ്റ്റ് ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പെൻഡിങ് ആയിട്ട് നമ്മളുടെ ലോഗിനിൽ ആക്ഷൻ എടുക്കാൻ എന്തെങ്കിലും ഡ്രാഫ്റ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ് ഡ്രാഫ്റ്റ് എന്നും, അതുപോലെ തന്നെ അപ്രൂവ് ചെയ്ത ഡ്രാഫ്റ്റ് സെപ്പറേറ്റ് ആയി കാണുന്നതിനും മുഴുവൻ ഡ്രാഫ്റ്റുകളും കാണുന്നതിനുമുള്ള ഒരു ഫിൽട്ടർ സംവിധാനം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ഡ്രാഫ്റ്റ് എന്ന മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തോടു കൂടിയ സംവിധാനമാണ് നമ്മൾ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഡ്രാഫ്റ്റ് ടൈപ്പ്, അതുപോലെ തന്നെ അഡ്രസ്സ്, സബ്ജക്റ്റ്, മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ഡിസൈനിൽ നമ്മൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. റിസീവർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് അപ്ലിക്കന്റിന്റെ പേര് ഓട്ടോമാറ്റിക്കായി വരുന്നു. ഈ അപേക്ഷകനല്ല ഡ്രാഫ്റ്റ് നൽകുന്നത് എങ്കിൽ നോട്ട് സെയിം ആസ് ആപ്ലിക്കന്റ് എന്ന ചെക്ക് ബോക്സ് ടിക്കിട്ട ശേഷമാണ് നമുക്ക് ഡ്രാഫ്റ്റ് അയക്കുന്ന വ്യക്തിയുടെ പേരും അഡ്രസ്സും മറ്റു വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ റെഫറൻസ്, എൻക്ലോഷർ എന്നീ മെനു എല്ലാം സാധാരണ പോലെയുള്ള മെനു തന്നെയാണ്. ചെറിയ UIയിലുള്ള ചേഞ്ച് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഡ്രാഫ്റ്റിന്റെ ഭാഗമായി എന്തെങ്കിലും അറ്റാച്ച്മെന്റ് രേഖപ്പെടുത്തണമെങ്കിൽ എൻക്ലോഷർ എന്ന ഭാഗത്ത് നമുക്ക് അറ്റാച്ച്മെന്റ് ബ്രൗസ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് എൻട്രി ചെയ്യുന്ന സ്ക്രീനിൽ നമുക്ക് ആവശ്യമായ ബോൾഡ്, ഇറ്റാലിക് ആയിട്ടും അതുപോലെ തന്നെ അണ്ടർലൈൻ എന്നീ പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടി ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് അലൈൻ ചെയ്യുന്നതിനുള്ള സംവിധാനം ഈ ഡ്രാഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് ഡ്രാഫ്റ്റ് ജനറേറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വലതുവശത്ത് വളരെ ഭംഗിയായി ഡ്രാഫ്റ്റ് ജനറേറ്റ് ചെയ്ത് വന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ സ്ക്രീനിൽ നിന്നും നെക്സ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന ഓപ്ഷനും ഡ്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനും മിനിമൈസ് ചെയ്യുന്നതിനുമുള്ള ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫയലുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ എല്ലാവർക്കും ലഭ്യമായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായി ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഫയൽ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ K-Smartൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായി ഫയൽ നടപടി പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുകൂടി ശ്രദ്ധിക്കുമല്ലോ.